ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മൊബൈൽ കവറിനെ ഞാനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയ വരുന്നുണ്ടായില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മുടെ മൊബൈൽ കവറിനെ ഒന്ന് അടിപൊളിയാക്കി എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാനൊരു OHP ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മൊബൈൽ കവർ ഉണ്ടല്ലോ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അളവിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ആ ഹോളുള്ള ഭാഗമൊക്കെ കറക്റ്റായിട്ട് അങ്ങനെയൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചെയ്ത് കഴിയുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളതും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കിയിട്ട് നല്ലതാണോ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഹോളൊക്കെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. കാരണം നമുക്ക് ആ ഒരു ഫോൺ കവറിൻ്റെ കറക്റ്റ് സൈസ് തന്നെ ആവശ്യമായിട്ടില്ല. അതിന് കുറച്ച് ചെറിയ സൈസ് മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ തന്നെ ഒരു ഫോട്ടോ ആണ് ഞാനതിന് ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ കുറച്ച് വൈറ്റ് കളർ കാണുന്ന രീതിയിലായിരുന്നു കേട്ടോ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഞാനതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. കാരണം നമ്മുടെ ആ ഒരു ഫോൺ കവറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സൈസ് കൂടുതലായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കറക്റ്റ് ആ ഒരു സൈസിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഫോൺ കവറിലേക്കായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഫോട്ടോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ഫോട്ടോ ആണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ അത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് വയലറ്റ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോയും പിന്നെ ബ്ലാക്ക് കളറും വന്നപ്പോൾ എന്തോ ഒരു ഭംഗി തോന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വയലറ്റ് കളറൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലൊക്കെ കുറച്ച് പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മളതൊന്ന് തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഫോട്ടോ ഒട്ടിച്ചെടുത്തില്ലായിരുന്നോ, അതിൻ്റെ ഔട്ട്ലൈൻ പോലെ ഇതുപോലെ നമ്മൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തായിരുന്നു. പിന്നെ എന്തോ എനിക്കത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വയലറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുത്തു. കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ളൊരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് എൻ്റെ പേര് കൂടി ഞാനൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ CD മാർക്കർ വെച്ചിട്ടായിരുന്നു എഴുതിയെടുത്തത്. പക്ഷേ എന്തോ അത് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ അക്രിലിക് പെയിൻ്റ് ഉണ്ടല്ലോ, ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ആ ഒരു ബ്ലാക്ക് കളറിന് പകരം നമ്മൾ വൈറ്റ് ആണ് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഡാർക്ക് കളറാണല്ലോ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഒരു ലൈറ്റ് കളറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കാണാനായിട്ട് അടിപൊളിയായിരിക്കില്ലേ. പിന്നെയാണത് കത്തിയത്. അപ്പോൾ എന്തായാലും ബ്ലാക്കിൽ തന്നെ ഒതുക്കിയിട്ടോ. പിന്നെ സൈഡിലായിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് 2-3 ഹാർട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ കുളമായിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മുടെ മൊബൈൽ കവറിൻ്റെ സൈസിൽ ഒരു OHP ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നോ, അതുകൂടി നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ, നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.